ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ക്രിക്കറ്റിൽ പലതരത്തിലുള്ള ഔട്ടുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഔട്ടുകൾ എന്ന് പറയുന്നത് ബൗൾഡ് ആവുക, ക്യാച്ച് എടുത്ത് ഔട്ട് ആവുക, LBW ആവുക, അതുപോലെ തന്നെ റൺ ഔട്ട് ആവുക, ഇതൊക്കെയാണ്. ഇനി ഒട്ടും കോമൺ അല്ലാത്ത കുറേ ഔട്ടുകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടൈംഡ് ഔട്ട് ആവുക എന്നുള്ളത്. ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഔട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഔട്ട് ഉണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളൊരു ബൗളറുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ബാറ്ററെ നിങ്ങൾ എങ്ങനെ ഔട്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90% ഫാസ്റ്റ് ബൗളർമാരും, പ്രധാനമായിട്ടും ഫാസ്റ്റ് ബൗളർമാരും പറയാൻ പോകുന്നത് ബൗൾഡ് ആക്കാനായിട്ടാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഫാസ്റ്റ് ബോളറെ സംബന്ധിച്ചും സ്പിന്നർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റംപ് അവിടെ നിന്ന് തെറിപ്പിക്കുക, അല്ലെങ്കിൽ ആ സ്റ്റമ്പിൽ ബോൾ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ഉണ്ട്. അത് നല്ല കേൾക്കാൻ നല്ല സുഖമുള്ളൊരു സൗണ്ടായിട്ടാണ് പല ഫാസ്റ്റ് ബോളർമാരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ബൗളറെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്ററെ ഔട്ടാക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും ബൗൾഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബൗൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബോൾ വന്ന് സ്റ്റമ്പിൽ കൊള്ളുന്നു, സ്റ്റമ്പിൽ നിന്ന് ബെയിൽ താഴെ വീഴുന്നു, അല്ലെങ്കിൽ സ്റ്റമ്പിൽ തെറിച്ചു പോകുന്നു. ഇതിനാണ് നമ്മൾ ബൗൾഡ് എന്ന് ക്രിക്കറ്റിൽ പറയുന്നത് നമുക്കറിയാം. പക്ഷേ ഇതിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. ആ നൂലാമാലകൾ എന്ന് പറഞ്ഞാൽ ബൗൾഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട് ആണെങ്കിൽ പോലും അതിൽ പലപ്പോഴും പലതും സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ സംഭവിച്ചാൽ അത് ഔട്ടാണോ, ഇങ്ങനെ ഒരു ബൗൾഡ് ആവാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം അത് ഔട്ടാണോ അതല്ലെങ്കിൽ ഔട്ടല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കണ്ട ഒരു വീഡിയോയിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി. ബാറ്റർ കളിക്കുന്നു, ബാറ്റിൽ കൊണ്ട് ബോൾ സ്റ്റമ്പിൽ കൊള്ളുന്നു, സ്റ്റമ്പിൽ കൊണ്ട് ബെയിൽ തെറിക്കുന്നു. പക്ഷെ തെറിക്കുന്ന ബെയിൽ ഈ സ്റ്റമ്പിന്റെ മുകളിൽ തന്നെ വന്നിരിക്കുകയാണ്, അതായത് ആ സ്റ്റമ്പിന്റെ ഗ്രൂവിൽ തന്നെ വന്നിരിക്കുകയാണ്. ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ഡിസ്ലോഡ്ജ് ചെയ്യുകയും പക്ഷേ സ്റ്റമ്പിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയും ചെയ്യുകയാണ്. ഇത് ഔട്ടാണോ ഔട്ടല്ലേ എന്നുള്ളതാണ് പലപ്പോഴും ഒരു ഡിസ്കഷൻ പോയിന്റ് ആവാറുള്ളത്. നമ്മൾ ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ബെയിലെങ്കിലും ഈ വിക്കറ്റിന്റെ മുകളിൽ നിന്ന് താഴെ വീഴണം എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. അതായത് സ്റ്റമ്പിൽ നിന്ന് 2 ബെയിലും തെറിച്ചു പോകണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു ബെയിൽ അതിന്റെ മുകളിൽ നിന്ന് തെറിച്ച് താഴെ വീഴണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ബെയിൽ സ്റ്റമ്പിന്റെ മുകളിൽ നിന്ന് തെറിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ വന്നിരിക്കുകയാണ്. അതേ പൊസിഷനിലല്ല, കുറച്ച് മാറി ഒരു സ്റ്റമ്പിന്റെ മുകളിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ ബെയില് സ്റ്റമ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാത്തത് കൊണ്ട് തന്നെ ഇത് നോട്ട് ഔട്ട് ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഈ മത്സരത്തിൽ ഇത് നോട്ട് ഔട്ട് ആയിട്ട് കണക്കാക്കി എന്നുള്ളതാണ്. അപ്പൊ അതൊരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. കാരണം സ്റ്റമ്പിൽ ബോൾ കൊണ്ടു, ബെയിൽ അനങ്ങി, ബെയിലൊന്ന് അനങ്ങിയിട്ട് ഒരു സ്റ്റമ്പിന്റെ മുകളിലേക്ക് മാത്രമായിട്ട് വന്നിരുന്നു. പക്ഷെ അപ്പോൾ അമ്പയർ ഔട്ട് കൊടുക്കുന്നില്ല എന്നാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ, ആ ബെയിൽ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴണം എന്നുള്ളതാണ്. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായിട്ടുള്ള കാൻബറയിൽ നടന്ന ഒരു ലോക്കൽ മാച്ചിൽ ഒരു സംഭവം ഉണ്ടായി. ആ മാച്ചിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3 സ്റ്റമ്പുകളുണ്ട്, വിക്കറ്റ് ഉണ്ട്. ആ 3 സ്റ്റമ്പുകളുടെ മീതെയാണ് ഈ 2 ബെയിലുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ബൗളർ ബോൾ ചെയ്യുന്നു, ഈ ബോൾ വന്ന് മിഡിൽ സ്റ്റമ്പിലാണ് കൊള്ളുന്നത്, നടുക്കിരിക്കുന്ന സ്റ്റമ്പിലാണ് കൊള്ളുന്നത്. ഈ മിഡിൽ സ്റ്റമ്പിൽ കൊള്ളുന്ന ഉടനെ തന്നെ ഈ മിഡിൽ സ്റ്റമ്പ് ബാക്കിലേക്ക് ചെരിഞ്ഞു പോകുന്നുണ്ട്. ഈ സ്റ്റമ്പ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്, ചെരിഞ്ഞാണ് ഇരിക്കുന്നത് ബോൾ കൊണ്ടതിന് ശേഷം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ 2 ബെയിലും താഴെ വീഴുന്നില്ല. മിഡിൽ സ്റ്റമ്പിൽ ബോൾ കൊണ്ടിട്ട് 2 ബെയിലും താഴെ വീഴാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. കാരണം ഒന്ന് ചെറുതായിട്ട് സ്റ്റമ്പിൽ ബോൾ കൊണ്ടാൽ പോലും ഏതെങ്കിലുമൊക്കെ ഒരു ബെയിൽ താഴെ വീഴേണ്ടതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സ്റ്റമ്പിൽ, നടുക്കത്തെ സ്റ്റമ്പിൽ ബോൾ കൊണ്ടിട്ട് പോലും ആ സ്റ്റമ്പ് ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ബെയിൽ താഴേക്ക് വീഴുന്നില്ല. ഈ 2 ബെയിലും ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. 2 സ്റ്റമ്പിൽ അപ്പുറത്തുള്ള, അതായത് ലെഗ് സ്റ്റമ്പും ഓഫ് സ്റ്റമ്പും അങ്ങനെ തന്നെയുണ്ട്. ആ സ്റ്റമ്പിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നടുക്ക് ഭാഗം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ ഇത് സംഭവിച്ചത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്ത് തന്നെ പല ക്യൂറേറ്റർമാരുടെ അടുത്തും പലരുടെ അടുത്തും ഇതിനെപ്പറ്റി അന്നൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബെയിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ആ ബെയിലിന്റെ മുകളിൽ അടിക്കുന്ന പെയിന്റ് അല്ലെങ്കിൽ വാർണിഷ്, ഇതൊക്കെ ആയിരിക്കും ഈ ബെയിലിന്റെ മുകളിൽ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് അടിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഈ സ്റ്റമ്പിന്റെ 3 സ്റ്റമ്പിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത്, ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ബെയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് കുറെ നേരം വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ ഈ 2 ബെയിലിന്റെയും ഈ അറ്റം തമ്മിൽ, നടുക്കത്തുള്ള സ്റ്റമ്പിന്റെ മുകളിലുള്ള ബെയിൽ തമ്മിൽ ഇങ്ങനെ മുട്ടിയിരിക്കുകയാണല്ലോ. അപ്പൊ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വെയിൽ കൊണ്ട് ഇത് ഉരുകി കഴിയുമ്പോൾ ഈ വാർണിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ആയിക്കോട്ടെ, അത് ഉരുകി കഴിയുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ
വളരെ കൂടുതലാണ് പലപ്പോഴും. അത് വളരെ റയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ടക്കുന്ന ഒരു ബോൾ വന്നിട്ട് മിഡിൽ സ്റ്റമ്പിൽ കൊള്ളുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു വലിയ ചോദ്യമാണ്. ഏതായാലും അങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത്, ബെയിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് 2 ബെയിലും, പക്ഷേ ഈ വിക്കറ്റ് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, അടുക്കത്തെ വിക്കറ്റ്. അപ്പൊ ഇത് ഔട്ട് കൊടുക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും അത് അമ്പയർമാർ നോട്ട് ഔട്ട് ആയിട്ട് വിധിക്കുമെന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു ബെയിൽ താഴെ വീഴണം എന്നുള്ളതാണ് അപ്പോഴും നിയമം പറയുന്നത് എന്നാണ്. ഇത് 2 ബെയിലും മുകളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇത് ഔട്ട് കൊടുക്കാനായിട്ട് അമ്പയർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നോട്ട് ഔട്ട് ആയിട്ട് വിധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ 2 ബെയിലിൽ ഏതെങ്കിലും ഒരു ബെയിൽ താഴെ വീണാൽ മാത്രമേ ഔട്ട് ആവുകയുള്ളൂ എന്നുള്ള ഒരു ചോദ്യം വരാം. ഇപ്പൊ സാധാരണ നമ്മളിപ്പോൾ ഒരു റൺ ഔട്ടിന്റെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഏതെങ്കിലും ഒരു ബെയിൽ താഴെ വീണാൽ മതി. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫീൽഡർ ബോൾ എടുത്തിട്ട് കീപ്പറുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കീപ്പറുടെ പാഡോ കൈയോ എന്തെങ്കിലും തട്ടി ആദ്യം തന്നെ ഒരു ബെയിൽ താഴെ വീണിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ഈ ത്രോ വരുന്ന സമയത്ത് കീപ്പർ ആ ബോൾ കളക്ട് ചെയ്യുകയും ഈ സ്റ്റമ്പിന്റെ മുകളിലിരിക്കുന്ന ഒരു ബെയിൽ, ആ ബെയിൽ മാത്രം തട്ടിക്കളഞ്ഞാലും അത് ഔട്ടായിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. ഇനി 2 ബെയിലും താഴെ വീണ് കഴിഞ്ഞാലോ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ റൺഔട്ട് സംഭവിക്കാം. ഇത് ബോൾഡിലും ഈ റൺഔട്ടിനും ഏകദേശം ഒരു നിയമം തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുക? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പൊ 2 ബെയിലും താഴെ വീണുപോയി. 2 ബെയിലും താഴെ വീഴുന്ന സമയത്ത് ഫീൽഡർ ത്രോ എറിയുന്നു, കീപ്പർ ഗ്യാദർ ചെയ്യുന്നു. അപ്പൊ 2 ബെയിലും മുകളില്ല. അപ്പൊ ബാറ്ററെ ഔട്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഔട്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ സ്റ്റമ്പ്, ഏതെങ്കിലും ഒരു സ്റ്റമ്പ് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അതായത് ആ പിച്ചിൽ നിന്ന് ആ സ്റ്റമ്പ് വലിച്ചൂരി എടുക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി എടുക്കണം എന്നുള്ളതാണ് ഇതിൽ നിയമം പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ട് സാധാരണ പലപ്പോഴും നമ്മൾ ഈ ത്രോ വരുന്ന സമയത്ത് 2 ബെയിലും ഇല്ലെങ്കിൽ ഫീൽഡർമാരായിക്കോട്ടെ കീപ്പർമാരായിക്കോട്ടെ അവർ ആ സ്റ്റമ്പ് വലിച്ചൂരി എടുക്കുന്നതിന്റെ റീസൺ, അതായത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ സ്റ്റമ്പ് ഡിസ്ലോഡ്ജ് ചെയ്യുകയാണെങ്കിൽ അത് ഔട്ടായിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ബൗൾഡ് നിയമത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു പിക്ചറിലേക്ക് വരുന്ന സമയത്ത് ഇത് ഔട്ടാവാൻ ഈ ബെയിൽ രണ്ടും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഇത് ഔട്ടാവാനുള്ള യാതൊരു സാധ്യതയും ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വരാം. ഔട്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ ഔട്ടാവാം എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടു ഈ മിഡിൽ സ്റ്റമ്പ് ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, ബോൾ കൊണ്ടിട്ട് ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, ബെയിൽ മുകളിൽ ഇരിക്കുന്നുമുണ്ട്. അതേ പൊസിഷനിലുള്ള ആ സ്റ്റമ്പ് ആ ബോൾ കൊണ്ടപ്പോൾ അവിടെ നിന്ന് തെറിച്ചു പോയിരുന്നുവെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഡിൽ സ്റ്റമ്പ് ചെരിഞ്ഞിരിക്കാതെ അത് അവിടെ നിന്ന് തന്നെ തെറിച്ചു പോയിരുന്നു, അത് ഉറപ്പിച്ചിരിക്കുന്ന ആ പിച്ചിൽ നിന്ന് തെറിച്ചു പോയിരുന്നു എങ്കിൽ അത് ഔട്ടായിട്ട് കണക്കാക്കുമെന്നുള്ളതാണ്. ബെയിൽ അങ്ങനെ ഇരുന്നാൽ പോലും അതിനെ ഔട്ടായിട്ട് കണക്കാക്കും എന്നുള്ളതാണ് ക്രിക്കറ്റിലെ നിയമം പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബൗൾഡ് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോഴാണ് പലരും ഇതിനെപ്പറ്റി ആലോചിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ബെയിലെങ്കിലും താഴെ വീഴുമ്പോഴാണ് ഔട്ടായിട്ട് കണക്കാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ വേറൊരു സംഭവം, ഇപ്പം ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇതും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യവും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പം 2 വീഡിയോ നമ്മൾ കണ്ട്, അല്ലെങ്കിൽ ഒരു ഫോട്ടോയും ഒരു വീഡിയോ നമ്മൾ കണ്ടതിൽ ആ വീഡിയോയിൽ ബെയിൽ തെറിച്ചിട്ട് സ്റ്റമ്പിന്റെ മുകളിൽ തന്നെ വന്നിരിക്കുന്നു. മറ്റേ ഫോട്ടോയിൽ നമ്മൾ കണ്ടത് മിഡിൽ സ്റ്റമ്പ് ചെരിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ബെയിൽ സ്റ്റമ്പിന്റെ മുകളിൽ നിന്ന് വീണു താഴേക്ക്, വീണിട്ട് ഈ വിക്കറ്റിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി എന്ന് വെച്ചാൽ 2 വിക്കറ്റിന്റെ ഇടയിൽ തങ്ങിയിരുന്നു. അങ്ങനെ തങ്ങിയിരിക്കാം, അങ്ങനെ സംഭവിക്കാമല്ലോ. അങ്ങനെ തങ്ങിയിരുന്നാൽ അത് ഔട്ടായിട്ട് കണക്കാക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതായത് ഇത് താഴേക്ക് വീണോ, പിച്ചിലോ അല്ലെങ്കിൽ ഭൂമിയിലോ വീണോ എന്നുള്ളതാണ് ഒരു സംശയം എന്ന് പറയുന്നത്. അങ്ങനെ ആവശ്യമില്ല. ഇങ്ങനെ ഈ സ്റ്റമ്പിന്റെ മുകളിൽ നിന്ന് വീഴുന്ന ബെയിൽ ഇതിന്റെ ഈ സ്റ്റമ്പിന്റെ 2ന്റെ ഇടയിൽ തങ്ങിയിരുന്നാൽ പോലും അത് ഔട്ടായിട്ട് കണക്കാക്കുമെന്നാണ് ക്രിക്കറ്റിലെ നിയമം പറയുന്നത്. അപ്പോൾ ബൗൾഡ് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം. പലപ്പോഴും ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ബൗൾഡ് എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഇതാണ് അതിൻ്റെ നിയമം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.